ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് മാർജിനുകളും അതുപോലെ തന്നെ ഗെറ്റർ എന്ന് പറയുന്ന സെറ്റിങ്സിനെയും കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാർജിനുകളും ഗട്ടറുകളും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുവാണ്. വിൻഡോ കീ 6 അടിച്ചു, ഇവിടെ വിൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എൻ്റർ അടിച്ചു. അതിനുശേഷം ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ പേജിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മാറ്റർ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ = റാൻഡ് ഒരു 1,20 കൊടുത്തു. അപ്പോൾ നമുക്ക് 20 സെൻറ്റൻസ് ഉള്ള ഒരു പാരഗ്രാഫ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഈ പാരഗ്രാഫിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് Ctrl+J അടിക്കുകയാണ്. അതായത് ജസ്റ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ജസ്റ്റിഫൈ. പാരഗ്രാഫിൻ്റെ രണ്ടറ്റവും നമ്മളൊന്ന് ഒരേ ലെവലിലാക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ഇനി ഈ പേജിൻ്റെ ഘടന ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, ഒരു വൈറ്റ് കളറിലുള്ള ഒരു പേജാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു പേജിൽ നമ്മളുടെ മാറ്റർ നിൽക്കുന്ന സ്ഥലത്തെ നമുക്ക് എന്ത് വിളിക്കാം, ഇമേജബിൾ ഏരിയ എന്ന് വിളിക്കാം. ഇമേജബിൾ ഏരിയ. അതുപോലെ തന്നെ ഇതാ പേജിൻ്റെ ടോപ്പ് ബൗണ്ടറി, അതായത് മുകളിലത്തെ അറ്റം, അത് മുതൽ ഈ മാറ്റർ തുടങ്ങുന്ന വരെയുള്ള ഈ ഒരു ഗ്യാപ്പ്, ഇതിനെ നമുക്ക് വിളിക്കാം ഹെഡർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഹെഡർ. ഓക്കെ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. കണ്ടോ, സ്കെയിലിൻ്റെ മുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ടോപ്പ് മാർജിൻ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കണ്ടോ നമുക്ക് ടോപ്പ് മാർജിൻ കാണാം. അപ്പോൾ ഹെഡർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാമെന്നറിയോ, പേജിൻ്റെ മുകളിലത്തെ ബൗണ്ടറി മുതൽ ഈ ടോപ്പ് മാർജിൻ വരെയുള്ള ആ ഒരു ദൂരത്തെയാണ്, ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഹെഡർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ടോപ്പ് മാർജിൻ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. കണ്ടോ, ഈ ഒരു സ്കെയിലിൻ്റെ മുകളിൽ ഈ വൈറ്റ് കളർ തുടങ്ങുന്ന അവിടുത്തെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അവിടെ മൗസ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ടോപ്പ് മാർജിൻ എന്ന് എഴുതി വരും, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ വൈറ്റ് അവസാനിക്കുന്നിടത്ത് നമ്മൾ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ബോട്ടം മാർജിന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഈ ബോട്ടം മാർജിനിൻ്റെ താഴേക്കുള്ള പേജിൻ്റെ അറ്റം വരെയുള്ള ആ ഒരു ദൂരം അത് ഫൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഫൂട്ടർ, പേജിൻ്റെ ഫൂട്ടർ ഭാഗം. അപ്പോൾ ഒരു പേജിന് ഏറ്റവും മുകളിൽ ഒരു ഹെഡറും ഉണ്ടാവും, ഏറ്റവും താഴെ നമുക്കൊരു ഫൂട്ടറും കാണാം. ആ ഹെഡറിൻ്റെയും ഫൂട്ടറിൻ്റെയും നടുവിൽ കാണുന്ന ഒരു ഏരിയയാണ് ഇമേജബിൾ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കെയിലിൻ്റെ മുകളിൽ നമുക്ക് കാണാം കണ്ടോ ഒരു ലെഫ്റ്റ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അവിടെ നമ്മൾ മൗസ് ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് മാർജിൻ കാണാൻ സാധിക്കും. കണ്ടോ, അതായത് പേജിൻ്റെ മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്ന മാറ്റർ ശ്രദ്ധിക്കുക, പാരഗ്രാഫ്, അതിൻ്റെ ഇടത് ഭാഗത്ത് നിന്ന് പേജിൻ്റെ ഇടത്തെ അറ്റം വരെയുള്ള ആ ഒരു ഗ്യാപ്പ്. ഓക്കെ, അതിനെ നമ്മൾ നോൺ ഇമേജബിൾ ഏരിയ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും പറയാം, അത് ലെഫ്റ്റ് മാർജിനിൽ നിന്നും ഇടത്തെ അറ്റം വരെയുള്ള ദൂരം, അതാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത്, ഇതാണ് നോൺ ഇമേജബിൾ ഏരിയ. അതുപോലെ തന്നെ ഇതാണ് നോൺ ഇമേജബിൾ അടുത്ത ഏരിയ. ഓക്കെ, അതായത് റൈറ്റ് മാർജിനിൽ നിന്നും, ഓക്കെ, റൈറ്റ് മാർജിൻ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു നോക്കിയതാ, ഈ റൈറ്റ് ഇൻഡൻറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. ഉണ്ട്, റൈറ്റ് മാർജിനിൽ നിന്നും പേജിൻ്റെ വലത്തെ അറ്റം വരെയുള്ള ആ ഒരു ഗ്യാപ്പ്, ഇതാണ് റൈറ്റ് മാർജിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ മാർജിനൊക്കെ നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അത് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ ഗട്ടർ, ഈ സെറ്റിങ്സിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, പേജിൻ്റെ ഒരു ഘടന മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കാം, കണ്ടോ ലേ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർജിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിനകത്ത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച കുറേ മാർജിനുകളുണ്ട്. കണ്ടോ, ടോപ്പ് 1 സെൻറ്റിമീറ്റർ, ബോട്ടം 1 സെൻറ്റിമീറ്റർ, അതായത് അതിൻ്റെ പേര് തന്നെ കണ്ടോ ലാസ്റ്റ് കസ്റ്റം സെറ്റിങ്. അതുപോലെ തന്നെ നോർമൽ, പിന്നെ നാരോ, മോഡറേറ്റ്, വൈഡ്, മിറേഡ്, ഓഫീസ് 2003 ഡിഫോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതായത് നേരത്തെ തന്നെ ഈ കമ്പ്യൂട്ടറിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർജിൻ അളവുകളാണിത്. നമുക്ക് ഇഷ്ടമുള്ള അളവ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഏതെടുക്കണം, കസ്റ്റം മാർജിൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഈ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഈ ബോക്സ് എടുക്കാൻ ആരും ലേ ഔട്ടിനകത്ത് മാർജിനിൽ പോയിട്ട് കസ്റ്റം മാർജിൻ അങ്ങനെയൊന്നും എടുക്കരുത്. ഓക്കെ, ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡിനകത്ത് ആൾട്ട് അമർത്തിയിട്ട് PSP എന്നടിച്ചാൽ മതി. PSP. ഓക്കെ, ഇത് പഠിക്കാൻ എളുപ്പമാണ്. PSP എന്നുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മൈക്രോസോഫ്റ്റ് വേർഡ് ആയാലും മൈക്രോസോഫ്റ്റ് എക്സൽ ആയാലും ഒക്കെ നമ്മൾ പേജ് സെറ്റപ്പിൻ്റെ ഷോർട്ട് കട്ട് PSP ആണ്.
വെറും PSP അല്ല കേട്ടോ. വെറും PSP അടിച്ച പേജിൻ്റെ മുകളിൽ ഇങ്ങനെ PSP എന്ന് എഴുതി വരിക ചെയ്യുക. ആൾട്ട് PSP ആണ്. ഓക്കെ, അത് 1 2 3 4 സ്റ്റൈലിൽ വേണം നമ്മൾ അമർത്താൻ. ആൾട്ട് അമർത്തി പിടിച്ചിട്ട് നമ്മൾ PSP എന്ന് അടിക്കുകയല്ല വേണ്ടത്. അതൊരു കറക്റ്റ് സ്റ്റൈലല്ല. ഓക്കെ, അങ്ങനെ അമർത്തി പിടിച്ചാലും വരും. പക്ഷേ ആൾട്ടിൽ തുടങ്ങുന്ന എല്ലാ ഷോർട്ട് കട്ടുകളും നമ്മൾ 1 2 3 4 സ്റ്റൈലിൽ വേണം അമർത്തി പഠിക്കാൻ. ആദ്യം ആൾട്ട് അമർത്തുക, അത് വിടുക, പിന്നെ P അമർത്തുക, അത് വിടുക, പിന്നെ S അമർത്തുക, അത് വിടുക, അതിനുശേഷം വീണ്ടും P അമർത്തുക, അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾട്ട് PSP എടുത്തു. അതിനുശേഷം എന്താ മാർജിന് എത്രയാണ് വേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാം. 1 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ 1 സെൻറ്റിമീറ്റർ കൊടുക്കാം. ആദ്യത്തെ ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അടുത്ത ബോക്സിലേക്ക് കീബോർഡിൽ ടാബ് അമർത്തിയാൽ മതി. അല്ലാതെ മൗസ് ഉപയോഗിച്ചിട്ട് വീണ്ടും അടുത്ത ബോക്സിനകത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയോ അടുത്ത വാല്യൂ സെലക്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. അപ്പോൾ ടോപ്പിനകത്ത് നമ്മൾ 1 കൊടുത്തു, ടാബ് അടിച്ചു, 1 അടിച്ചു, ടാബ് അടിച്ചു, 1 അടിച്ചു, ടാബ് അടിച്ചു, 1 അടിച്ചു, കണ്ടോ? ഇങ്ങനെ നമ്മൾ കൊടുക്കാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഇഞ്ചിലാണോ സെൻറ്റിമീറ്ററിലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ബോക്സ് എടുത്തപ്പോൾ തന്നെ ഒന്ന് നോക്കിയാൽ, ഈ ബോക്സ് വന്നപ്പോൾ തന്നെ ഇതിനകത്ത് കണ്ടോ അളവുകളെല്ലാം കാണിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് അത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് യൂണിറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് 1 ഇഞ്ചൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ 1 IN, അടുത്തതിൽ 1 IN, അടുത്തതിൽ 1 IN, അടുത്തതിൽ 1 IN ഇങ്ങനെ കൊടുത്താൽ മതി. 1 ഇഞ്ചായിട്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, യൂണിറ്റ് പ്രത്യേകം സ്പെസിഫൈ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി 10 മില്ലിമീറ്റർ, 10 മില്ലിമീറ്റർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് മാർജിൻ കണ്ടോ കുറച്ച് കുറഞ്ഞു. ഇപ്പോൾ എല്ലാം തന്നെ 1 സെൻറ്റിമീറ്റർ മാർജിനായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൾട്ട് PSP എടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വലിയൊരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ കോളേജിലൊക്കെ ഉള്ള റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ, പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ. അത് ചിലപ്പോൾ 1 2 പേജൊന്നും ആയിരിക്കില്ല. ഓക്കെ, ഇഷ്ടം പോലെ പേജ് ഉണ്ടാവും. ഓക്കെ, 200 300 പേജുകളുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മളിത് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പ്രസ്സിൽ കൊടുക്കും അല്ലേ? ഈ പ്രസ്സിൽ ബൈൻഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് ചില ബുക്കുകളൊക്കെ ബൈൻഡ് ചെയ്യുക ഇടത് ഭാഗത്താണ്. ഓക്കെ, ഇടത് ഭാഗത്തായിരിക്കും ബൈൻഡ് ചെയ്യുക. ഓക്കെ, ചില ബുക്കുകളൊക്കെ ബൈൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ മുകൾ ഭാഗത്താണ് ബൈൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ ലെറ്റർ പാഡുകൾ ഒക്കെ കണ്ടിട്ടില്ലേ, മുകൾ ഭാഗം ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ബൈൻഡ് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് ഏരിയ വേണം. ഓക്കെ, അത് പശയൊക്കെ ഒട്ടിക്കാനും തുന്നാനും ഒക്കെ ആയിട്ട് കുറച്ചൊരു ഏരിയ വേണം. ഓക്കെ, അപ്പോൾ അത്രയും സ്ഥലം നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ബൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്രയും സ്ഥലം നമ്മളവിടെ കൊടുക്കണം. ആക്ച്വലി അതിനെയാണ് നമ്മൾ ഗട്ടർ എന്ന് വിളിക്കുന്നത്. ഗട്ടർ അത് നമുക്കൊരു 2 സെൻറ്റിമീറ്റർ ഗട്ടർ ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് കൺഫേം ചെയ്യാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു പ്രസ്സിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് ഓക്കെ അവരോട് ചോദിക്കാം, നമുക്ക് എൻ്റെ കയ്യിൽ ഒരു 200 പേജുള്ളൊരു റിപ്പോർട്ടുണ്ട്, എനിക്കത് ബൈൻഡ് ചെയ്യണം. ഓക്കെ, ഞാൻ എത്രയാണ് ഗട്ടർ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അവർ പറയും നിങ്ങളൊരു 2 സെൻറ്റിമീറ്റർ ഗട്ടർ ഇട്ടോളി എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗട്ടർ ഒരു 2 സെൻറ്റിമീറ്ററും കൊടുക്കുക, അതുപോലെ തന്നെ മാർജിനും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗട്ടർ പൊസിഷൻ എന്തായാലും എന്താവും, അത് ബൈൻഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഇതാണ് ഗട്ടർ പൊസിഷൻ. കണ്ടോ, ലെഫ്റ്റും ഉണ്ടാവും ടോപ്പും ഉണ്ടാവും. നമ്മൾ ലെഫ്റ്റ് സെലക്ട് ചെയ്തു, ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് സെലക്ട് ചെയ്യാം, ലെഫ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഗട്ടർ എത്ര വേണ്ടത് വെച്ചാൽ കൊടുക്കാം. അത് പ്രസ്തുത ആൾക്കാർ നമ്മളോട് പറയും 2 സെൻറ്റിമീറ്റർ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് കൊടുക്കുക, 2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇപ്പം ലെഫ്റ്റ് സൈഡിൽ എത്ര അളവ് വരികയെന്നറിയോ? ഗട്ടറിന് എത്രയാണ് നമ്മൾ അളവ് കൊടുത്തത്? 2 സെൻറ്റിമീറ്റർ. ലെഫ്റ്റോ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ 2 1 3 സെൻറ്റിമീറ്റർ ഇവിടെ വരും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അളവ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡ് 3 സെൻറ്റിമീറ്ററായി. അപ്പോൾ ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ബൈൻഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ പ്രസ്സുകാർ ബൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ മാറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് വായിക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചില ബുക്കിലൊക്കെ കാണാൻ പറ്റും, ബുക്കുകൾ നല്ല കട്ടിയുള്ള ബുക്കുകളൊക്കെ എടുത്തിട്ട് അതിന് നടു പേജ് ഒക്കെ എത്തുമ്പോഴേക്കും നമുക്കത് വായിക്കാൻ പ്രയാസമായിട്ട് വരുന്ന കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ലോണം നിവർത്തുകയൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെ നിവർത്തുമ്പോൾ അതിൻ്റെ നടുവത്ത് സ്റ്റിച്ചൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവാനും ബൈൻഡിങ് കംപ്ലൈൻറ്റ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗട്ടറും അതുപോലെ തന്നെ മാർജിൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മാർജിനുകളും ഗട്ടറുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഷോർട്ട് കട്ട് ഓർമ്മിക്കുക, ആൾട്ട് PSP. ഞാനൊന്നുകൂടി പറഞ്ഞു, ആൾട്ട് PSP. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ആൻ എക്സ്പേർട്ടിൻ്റെ ഇത്തരം വീഡിയോസുകൾ നിങ്ങൾക്ക്
ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.